ഒരു ബലാത്സംഗ കേസിലെ പ്രതിയുടെ മോട്ടീവ് എന്താണെന്ന് ലോകത്താരെങ്കിലും ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ടാകുമോ? നമ്മുടെ ആളുകൾ, മലയാളികൾ ഇപ്പോൾ ഈ ചോദ്യം ഒന്നടങ്കം ചോദിക്കുന്നതിൻ്റെ കാരണം ഇവരുണ്ടാക്കിയ മാധ്യമങ്ങളും പോലീസും ചേർന്നുണ്ടാക്കിയ പൊതുബോധം മനുഷ്യരെ അത്രയ്ക്ക് ബ്ലൈൻഡാക്കി കളഞ്ഞു എന്നാണ്. ചിന്താശേഷിയെ തന്നെ സ്വാധീനിച്ചു എന്ന് തോന്നുന്ന തരത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത്. എന്നോട് വ്യക്തിപരമായി ചോദിച്ച പലരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു റേപ്പ് കേസിലെ പ്രതിയുടെ മോട്ടീവ് എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്കപ്പോൾ ചില മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു, ഒരു ബലാത്സംഗം ചെയ്ത ഒരു പ്രതിക്ക് മോട്ടീവ് എന്താണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് മറുപടിയില്ല. അല്ല, എന്നാലും കൊട്ടേഷൻ, ഇതാണ് പ്രശ്നം. ഒരു കുപ്രസിദ്ധ മോഷ്ടാവ് 10 വീടുകൾ കയറി മോഷണം നടത്തി, 11ാമത്തെ വീട്ടിൽ മോഷണം നടത്തി പിടിക്കപ്പെട്ടു. 11ാമത്തെ വീട്ടിൽ കയറി മോഷണം നടത്തിയപ്പോൾ അതാര് പറഞ്ഞിട്ടാണ് നടത്തിയെന്ന് അറിയണം എന്ന് പോലീസ് അല്ലെ നാട്ടുകാർ നിർബന്ധം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പൾസസുനി എന്ന് പറഞ്ഞ പ്രതി ആദ്യമായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യമല്ല ഇത്. അയാളുടെ പേരിൽ ഒരുപാട് കേസുകൾ വേറെയുണ്ട്. അതുമാത്രവുമല്ല, ഇതേപോലെ തന്നെ ഒരു മുൻകാല നടിയെ എറണാകുളം നഗരത്തിൽ തന്നെ വാഹനത്തിൽ കയറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ ഇരുന്ന് ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് അവരുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചത് മനസ്സിലായപ്പോൾ പൾസസുനി അവരെ വേറൊരിടത്ത് കൊണ്ട് ഇറക്കിയിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ അവർ പരാതി കൊടുക്കുകയും കേസാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൈവച്ചുകൊണ്ടാണ് പോലീസ് ചോദിക്കുന്നത് ആ സ്ത്രീപീഡനത്തിനുള്ള ശ്രമങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ഇതിലൊരു കൊട്ടേഷൻ ഇല്ലാതെ എങ്ങനെ പറ്റും എന്ന് ചോദിക്കുന്നത്. അത് ആളുകൾ, സാധാരണക്കാർ ചോദിച്ചാൽ മനസ്സിലാക്കാം. പോലീസും മാധ്യമങ്ങളുമാണ് ഈ ചോദിക്കുന്നതിനോട് ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത്.